ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. അങ്ങനെ കാത്തിരുന്ന് നമ്മളുടെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കും പണി തന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അദ്ദേഹം റെസിപ്രോക്കൽ ടാരിഫ് അല്ലെങ്കിൽ തത്തുല്യ നികുതി എല്ലാ രാജ്യങ്ങളുടെയും, അതായത് അമേരിക്കയുമായിട്ട് ട്രേഡ് ഉള്ള രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഏതെല്ലാം രാജ്യങ്ങൾ ഉണ്ടോ ആ രാജ്യങ്ങളുടെ എല്ലാം മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തും എന്നുള്ളൊരു വാർണിംഗ് ഭീഷണി നേരത്തെ ഉണ്ടായിരുന്നു. അത് ഏപ്രിൽ 2 മുതൽ ഫലത്തിൽ വരും, അല്ലെ ഏപ്രിൽ 2 ഡിക്ലെയർ ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് ഏപ്രിൽ 2 ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ത്യ, അതുപോലെ പല രാജ്യങ്ങളുടെ മേൽ, ചൈന ഉൾപ്പെടെ പല രാജ്യങ്ങളുടെ മേലിലും വളരെ ഉയർന്ന നിരക്കിലുള്ള ടാരിഫാണ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ കൺട്രി ന്യൂ ടാരിഫ്, ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫ്, പിന്നെ അമേരിക്ക എത്രമാത്രം അവരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഷെയർ. പിന്നെ ട്രേഡ് ബാലൻസ്, ഇവിടെ നെഗറ്റീവ് കൊടുത്തിരിക്കുന്ന അമേരിക്കയ്ക്ക് $241 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട്. ചൈന അപ്പോൾ 20% യൂറോപ്യൻ യൂണിയൻ്റെ മുകളിൽ, 18.5% അമേരിക്കയുടെ മൊത്തം എക്സ്പോർട്ടിൻ്റെ 18.5% യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ്. $241 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. ചൈനയുടെ മുകളിൽ 34% ഏർപ്പെട്ടിട്ടുണ്ട്. 13.4% അമേരിക്കയുടെ ഇമ്പോർട്ട് ഷെയർ. എന്നുവെച്ചാൽ അമേരിക്കയുടെ ടോട്ടൽ ഇമ്പോർട്ടിൻ്റെ 13.4% ചൈനയിൽ നിന്നാണ്. $292 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. അപ്പം ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ സർപ്ലസ് ഉള്ളത് അമേരിക്കൻ ആയിട്ടുള്ള ട്രേഡിൽ. വിയറ്റ്നാം എന്താണ് നോക്കിയോ, നമ്മളെക്കാളിലും ചെറിയൊരു രാജ്യമായ വിയറ്റ്നാമിന് $123 ബില്യൺ സർപ്ലസ് ഉണ്ട് അമേരിക്കയായിട്ട്. ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ $46 ബില്യൺ മാത്രമേ ഉള്ളൂ. സോറി, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇന്ത്യയുടെ $46 ബില്യൺ സർപ്ലസ് മാത്രമേ ഉള്ളൂ. പിന്നെ അമേരിക്കയുടെ ആകാം ചെറിയൊരു ഇന്ത്യക്കാൾ എത്രയോ ചെറിയ രാജ്യമാണ് വിയറ്റ്നാം. ആ വിയറ്റ്നാമിന് $123 ബില്യൺ ട്രേഡ് സർപ്ലസ് ഉണ്ട്. ഇതിപ്പോൾ അമേരിക്കയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത്, മൈനസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ $123 ബില്യൺ അമേരിക്കയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അതായത് വിയറ്റ്നാമിന് $123 ബില്യൺ സർപ്ലസ് ആണ് അത്. അപ്പം വിയറ്റ്നാമിൻ്റെ മുകളിൽ 46%, കാരണം അവർക്ക് ഈ പറഞ്ഞ അവരുമായിട്ടുള്ള ട്രേഡിലെ ഡെഫിസിറ്റ് വളരെ കൂടുതലാണ് അമേരിക്കയ്ക്ക് നല്ല. ജപ്പാൻ 24%, $69 ബില്യൺ ഡെഫിസിറ്റ് ഉണ്ട് അമേരിക്കയ്ക്ക്. പിന്നെ തായ്വാൻ്റെ മുകളിൽ 32%, ഇന്ത്യയുടെ മുകളിൽ 27% രേഖപ്പെട്ടിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് 32, തായ്ലൻഡ് 37, മലേഷ്യ 24%. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ നിലവിൽ വന്ന ടാരിഫ് റേറ്റുകൾ, രാജ്യത്തിന് മുകളിൽ ചുമത്തിരിക്കുന്ന ടാരിഫ് റേറ്റുകൾ. അപ്പോൾ ഇന്ത്യക്കും നന്നായിട്ട് പണി കിട്ടി. ബേസ് ലൈൻ ടാരിഫ് എന്ന് പറഞ്ഞാൽ 10%. അപ്പോൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത് ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് 26% ചുങ്കം. വാണിജ്യ മേഖലയിൽ ആശങ്ക എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇറക്കുമതി ചുങ്കം കുറയ്ക്കാൻ ട്രംപിൻ്റെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള എന്താണ് ഇതുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. ഒരു രാജ്യത്തിനെയും ട്രംപ് വെറുതെ വിട്ടിട്ടില്ല, എല്ലാ രാജ്യത്തും നല്ല പണി കൊണ്ടിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 10%, 10% അത് താഴെയില്ല, അത് ബേസ് ആണ്. അപ്പോൾ അതിന് മേളിലാണ് ഓരോ രാജ്യത്തിനും സെലക്റ്റീവായിട്ട് പല റേറ്റുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്ക് 26%, ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയൻ 20%. യൂറോപ്യൻ യൂണിയൻ എത്രയായിരുന്നു? 20%. 20%, അത് തന്നെ. യൂറോപ്യൻ യൂണിയൻ 20%, പിന്നെ ജപ്പാന് 24, വിയറ്റ്നാമിന് 46, കാരണം വിയറ്റ്നാമിന് നല്ല ട്രേഡ് സർപ്ലസ് ഉണ്ട് അമേരിക്കയായിട്ട്. ദക്ഷിണ കൊറിയയ്ക്ക് 25%, സൗത്ത് കൊറിയയ്ക്ക് എന്നിങ്ങനെയാണ് ഇതൊക്കെ. ബ്രിട്ടൻ, ബ്രസീൽ, UAE, സൗദി അറേബ്യ, സിംഗപ്പൂർ തുടങ്ങിയവർക്ക് 10% മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ 29, ശ്രീലങ്കയ്ക്ക് 44, ബംഗ്ലാദേശിന് 37. ഈ റേറ്റുകളാണ് ട്രംപ് ഈ രാജ്യങ്ങളുടെ മുകളിൽ ഈ ചുങ്കം, റെസിപ്രോക്കൽ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പിന്നെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് കണക്കൂട്ടലുകൾക്കൊക്കെ തെറ്റിച്ചാണ് ട്രംപ് ഈ പറഞ്ഞ ഉയർന്ന നിരക്ക് എല്ലാവർക്കും തന്നെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളതല്ലോ. അപ്പോൾ ബാക്കിയൊക്കെയുള്ള ഈ പറഞ്ഞ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചുങ്കം വളരെ ആ, കാര്യമാ കാര്യമായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഈ പറഞ്ഞ ഒരു ഇളവ് കിട്ടുമെന്ന് നേരത്തെ US ട്രഷറി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അത് ഇന്ന് ഇന്ത്യയിൽ ഈ പാർലമെന്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ ഈ വിപണിയുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും
ഈ ന്യൂസ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തുള്ള എല്ലാ വിപണികളും തകർന്നടിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഇന്ത്യ നേരത്തെ ട്രംപ് ഇന്ത്യക്ക് പണി തരത്തില്ലെന്നുള്ള പ്രതീക്ഷയിൽ ഇന്ത്യൻ വിപണി ഇന്നലെ വളരെ നേട്ടത്തോടെ അവസാനിച്ചു. പിന്നെ വളരെ ശുഭകരമായിട്ടുള്ള സൂചനകൾ, അത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ഉണ്ടെന്ന് സർക്കാർ വക്താക്കൾ പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ട്രംപ് നമുക്ക് നല്ല ഉഗ്രൻ പണി തന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൻ്റെ പിന്നെ ചില എന്താണ് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിലും അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ മാർക്കറ്റിലും ഒക്കെ സ്വർണത്തിൻ്റെ മാർക്കറ്റിലും ഒക്കെ പ്രതിഫലിച്ചിട്ടുള്ള ചില മാറ്റങ്ങളാണ് ശരിക്കും പറയുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില ബുധനാഴ്ച കാര്യമായി മാറ്റമില്ലാതെ തുടർന്നു. പക്ഷേ ട്രംപിൻ്റെ ആ ഒരു ടാരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് വിപണിയിൽ വലിയ ഇടിവിലേക്ക് മാറി. അപ്പോൾ ഇത് ഒരു ഭയങ്കര ഡിസ്റപ്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലേ? ലോകത്തിലെ മൊത്തം ഇക്കോണമിയെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഈ ഒരു ടാരിഫ്, ഈ റെസിപ്രോക്കൽ ടാരിഫിൻ്റെ മാത്രമല്ല ട്രംപിൻ്റെ ശരിക്കും പറഞ്ഞാൽ പ്രസിഡൻ്റായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പോളിസീസും, പ്രത്യേകിച്ച് ഇക്കോണമി ട്രേഡ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പോളിസീസും വൻതോതിലുള്ള ഒരു ഡിസ്റപ്ഷൻ ലോക പിന്നെ വ്യാപാര മേഖലയിലും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ മേഖലയിലും എല്ലാം തന്നെ വൻതോതിലുള്ള ഡിസ്റപ്ഷൻ വരുത്തുന്നതിന് തുല്യമാണ് ട്രംപിൻ്റെ പോളിസീസ് എല്ലാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമുക്ക് ചൈനയ്ക്ക് മേളിൽ ഓൾറെഡി പിന്നെ 20% ടാരിഫ് ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ 34% കൂട്ടി മൊത്തം 54% ക്യുമുലേറ്റീവ് ടാരിഫ് റേറ്റ് ആണ്. കാനഡയും മെക്സിക്കോയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് തൽക്കാലം, കാരണം ഓൾറെഡി അവരുടെ മുകളിൽ ട്രംപ് ടാരിഫ് ഏർപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം വലിയ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ട്രംപ്, ഞാൻ പറഞ്ഞില്ല, അമേരിക്കൻ താല്പര്യങ്ങളും അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളും കഴിഞ്ഞുള്ള സൗഹൃദമൊക്കെ തന്നെയുള്ള അവർക്ക് ഏത് രാജ്യത്തിനോടൊപ്പം തന്നെ ആയാലും. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യം അങ്ങനെ വലിയ സൗഹൃദമൊന്നും നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അതിനകത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യവും കൂടെ നമുക്ക് ഇതിനകത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ നമ്മളുടെ പോളിസി മേക്കേഴ്സിൻ്റെ ഉദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അതായിരിക്കണം നമ്മളുടെ പോളിസി മേക്കേഴ്സിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ട്രംപ് ഈ പറഞ്ഞ ടാരിഫ് എന്തുകൊണ്ടാണ് 26% ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ നേരത്തെ തന്നെ ഈ ടാരിഫിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യയും ചൈനയൊക്കെ ഈ കറൻസി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യങ്ങളാണെന്നും പറഞ്ഞാണ് ട്രംപ് നമ്മളെ മുദ്ര കുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കറൻസി മാനിപ്പുലേഷനും അതുപോലെ തന്നെ വീക്കായിട്ടുള്ള എൻവയൺമെൻറ്റൽ ലേബർ സ്റ്റാൻഡേർഡ് അതൊക്കെ ഇന്ത്യയിൽ ശരിയാണ്. പിന്നെ നമുക്കറിയാം ഇവിടുത്തെ ലേബർ സ്റ്റാൻഡേർഡൊക്കെ എത്രത്തോളം പരിതാപകരമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ്, അപ്പോൾ അതെല്ലാം ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപിൻ്റെ നാട്ടിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ബിസിനസ്സുകാർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുന്ന് സുഗമമായിട്ട് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. കാരണം ഈ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടും അതുപോലെ തന്നെ ഈ അവരുടെ പ്രോഡക്ട്സ് അവിടുന്ന് ഇങ്ങോട്ട് മാർക്കറ്റ് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ സാധിക്കുന്നില്ല, കറൻസി മാനിപ്പുലേഷൻ. അപ്പോൾ ഇതിനകത്തിലൊക്കെ ഇന്ത്യയും ചൈനയൊക്കെ വളരെ മുമ്പിലാണെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ ടേമിൽ തന്നെ അത് പുള്ളി ഡിക്ലെയർ ചെയ്താന്ന് തോന്നുന്നു. നോക്കട്ടെ, എൻ്റെ ഇന്ത്യ ആൻഡ് ചൈന കറൻസി മാനിപ്പുലേറ്റേഴ്സ് ട്രംപ് അവിടെ എന്തെങ്കിലും റിപ്പോർട്ട് നോക്കാം. നമുക്ക് നോക്കാം റിപ്പോർട്ടുകൾ. കറൻസി മാനിപ്പുലേഷനെ കുറിച്ച് ട്രംപ് പഴയ റിപ്പോർട്ടുകളുണ്ട് അതിനകത്ത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അത് നമുക്ക് വേറൊരു അവസരത്തിൽ പറയാം. പക്ഷേ ഓക്കെ, ട്രംപ് ഓൾറെഡി അത് നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയും ചൈനയും ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി മാനിപ്പുലേറ്റേഴ്സാണ്. അത് ഏറ്റവും കൂടുതൽ പ്രശ്നം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെയും ജപ്പാൻ്റെ ഒക്കെ മുകളിൽ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന റെസിപ്രോക്കൽ ടാരിഫിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഇന്ത്യ നേരിടാണ്. ഇന്ത്യ അതെങ്ങനെ പിന്നെ അതിനെ മറികടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ട്രംപ് പറഞ്ഞ പോലെ തന്നെ വളരെ വ്യാപകമായിട്ടുള്ള ഈ ടാരിഫ് കുറയ്ക്കുകയും ഇറക്കുമതി ചുങ്കം കുറയ്ക്കുകയും ഒക്കെ തന്നെ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അമേരിക്കയുടെ കൂടുതൽ ഇളവുകൾ അമേരിക്കൻ എക്സ്പോർട്ടിന് അല്ലെങ്കിൽ അമേരിക്കൻ ഗുഡ്സിന് അല്ലെങ്കിൽ പ്രോഡക്ട്സിന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൂടുതൽ ഇളവുകൾ നൽകുക, അതുപോലെ തന്നെ ഈ റെഗുലേറ്ററി റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്.
2024 ചൈനയ്ക്ക് US-ആയിട്ടുള്ള ട്രേഡിൽ $295 ബില്യൺ ട്രേഡ് സർപ്ലസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ എത്രയും ഈ ഓൾറെഡി 20% ഫെബ്രുവരിയിൽ ഡ്യൂട്ടി ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ 34%. മൊത്തം 54%മാണ് ചൈനയുടെ മുകളിലുള്ള ടാരിഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2024 ക്യാമ്പയിനിൽ ട്രംപ് ഏകദേശം 60%-ഓളം ടാരിഫ് ചൈനയുടെ മുകളിൽ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ 60% ഇല്ലെങ്കിൽ തന്നെ ഏകദേശം 60%-നകത്ത് ഇപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടൻ, ബ്രസീൽ, സിംഗപ്പൂർ ഇതൊക്കെ തന്നെ ഏഹ്, അമേരിക്കയുടെ ട്രേഡിൽ അവർക്ക് ട്രേഡ് ഡെഫിസിറ്റാണ്. അതുകൊണ്ട് അവരുടെ മുകളിൽ വലിയ റേറ്റുകളൊന്നും അമേരിക്ക ഇമ്പോസ് ചെയ്തിട്ടില്ല. 10% ബേസ് ലൈൻ അല്ലെങ്കിൽ അടിസ്ഥാന നികുതി ടാരിഫ് മാത്രമേ ഏർപ്പെട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രംപിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബൂമറാങ്കല്ലോ എന്ന് പറയുന്നൊരു ഏഹ്, ഒരു ശക്തമായിട്ടുള്ളൊരു സാമ്പത്തിക ആക്രമണം. പക്ഷെ റഷ്യ അതിൽ ഏറ്റവും വലിയ കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ റഷ്യക്ക് ഈ $2.5 ബില്യൺ സർപ്ലസ് അമേരിക്കയായിട്ടുണ്ടെങ്കിൽ തന്നെയും റഷ്യയുടെ മുകളിൽ ഈ പറഞ്ഞ ട്രംപിൻ്റെ ടാരിഫ് ലിസ്റ്റിൽ റഷ്യയുടെ പേരൊന്നുമില്ല. US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഈ ടാരിഫ് ലിസ്റ്റിൽ ട്രംപിൻ്റെ പേരൊന്നുമില്ല. ഇതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലെ ട്രംപ് നമ്മൾ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ട്രംപ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നതാണ് വിഷയം വന്നിട്ട്. ഇത് US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഓഫീസിൽ നിന്നുള്ള അവർ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റാണ്. അപ്പോൾ ഈ ലിസ്റ്റ് നമുക്കെല്ലാം കാണാൻ പറ്റും. ഇത്ര ഇത് ചെയ്യാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ നമുക്കിവിടെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. സോറി. അപ്പോൾ അതിനകത്ത് ചൈന എല്ലാ ലിസ്റ്റും ഉണ്ട്. 67%. എന്താണ് 67% ടാരിഫ് ചാർജ് ടു ദ USA. അത് ചൈന ചാർജ് ചെയ്യുന്ന ടാരിഫാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇതെല്ലാമാണ് ലിസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്നും റഷ്യയുടെ പേര് കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളുടെയും പിന്നെ ലിസ്റ്റ് അല്ലെങ്കിൽ പേര് ഈ ലിസ്റ്റിനകത്തിലുണ്ട്. പാകിസ്ഥാൻ ഉൾപ്പെടെ വിയറ്റ്നാമിനൊക്കെ ഭയങ്കര ടാരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യ ഒഴിവാക്കിയിട്ടുണ്ട്. അത് മറ്റേതെങ്കിലും കാരണം കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. കാനഡ, മെക്സിക്കോ അവരെ ഇപ്പോൾ തൽക്കാലം ഈ റെസിപ്രോക്കൽ ടാരിഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ട്രംപ് വന്നപ്പോൾ തന്നെ 25% ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിലെ മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഫെൻറ്റാനിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കിയാണ്. അതുപോലെ അഡീഷണലായിട്ട് കാനഡയുടെ എനർജി, പൊട്ടാഷ് ഇതിൻ്റെ മുകളിലും 10% ടാരിഫ് ഓൾറെഡി ട്രംപ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ട്രംപ് മെക്സിക്കോയും കാനഡയും തൽക്കാലം ഒഴിവാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ പറഞ്ഞ ട്രംപിൻ്റെ പുതിയ ടാരിഫ് പോളിസിയും എങ്ങനെ ഇന്ത്യയെ ബാധിക്കുന്നു എന്നുള്ളത്. ഇന്ത്യനകത്തിൽ ഏത് തരത്തിലുള്ള നിലപാടെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അമേരിക്ക ആവശ്യപ്പെടുന്ന പോലെ തന്നെ കൂടുതൽ ഇളവുകൾ നൽകുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് തൽക്കാലം നമുക്ക് ചെയ്യാനില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാരണം ഇന്ത്യയിൽ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട്. ഓട്ടോ പ്രോഡക്ട്സ്, സ്റ്റീൽ, അലൂമിനിയം, ഇതെല്ലാം പിന്നെ ഈ 25% ടാരിഫ് ഫേസ് ചെയ്യുന്ന ഇമ്പോർട്ട്സ്, ഓട്ടോ പാർട്സ്, സ്റ്റീൽ, അലൂമിനിയം ഇതെല്ലാം പിന്നെ അഡീഷണൽ ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യുന്നതൊന്നും ഒഴിവാക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ നിയമത്തിൻ്റെ പരിധിയിൽ വന്ന ചില കാര്യങ്ങളാണ്. ഏപ്രിൽ 5 മുതൽ 10% ബേസ് ലൈൻ ടാരിഫ് നിലവിൽ വരും. ബാക്കിയുള്ള ഹയർ റെസിപ്രോക്കൽ ടാരിഫ്, അതായത് 10% കഴിഞ്ഞുള്ളത് ബാക്കി ഏപ്രിൽ 9 മുതൽ നിലവിൽ വരുമെന്നാണ് നമുക്ക്. അപ്പോൾ ഏപ്രിൽ 9 മുതലാണ് ഇന്ത്യക്ക് മുകളിലുള്ള ഈ ടാരിഫ് എല്ലാം നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ വളരെ സുഖമായിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ കൊണ്ട് വിറ്റഴിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള വില കൂടും. വില കൂടുമ്പോൾ അവർ മേടിക്കത്തില്ല. അവർ മേടിക്കാൻ വരുമ്പോൾ അമേരിക്കയായിട്ടുള്ള നമ്മുടെ ട്രേഡ് കുറയും. അപ്പം നമ്മുടെ ട്രേഡ് കുറയുമ്പോൾ അമേരിക്കൻ അറ്റ് ദ സെയിം ടൈം അമേരിക്ക നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുമായിട്ട് ശക്തമായിട്ടുള്ള ബാർഗെയിൻ ചെയ്തിട്ട് അവരുടെ പ്രോഡക്ട്സ് നമ്മളെക്കൊണ്ട് കൂടുതൽ വാങ്ങിപ്പിക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ
നമ്മൾ അമേരിക്കയിൽ നിന്ന് വളരെയധികം ഈ ടാരിഫ് ചുമത്തി ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ ഈ പറഞ്ഞ ഹയർ ടാരിഫിൽ നിന്നും ഇളവ് ചെയ്യാനും അല്ലെങ്കിൽ ഈസ് ചെയ്യാനൊക്കെ നമ്മളോട് ആവശ്യപ്പെടും. അപ്പോൾ അമേരിക്കൻ ട്രേഡ് കൂടുതൽ ഈ രാജ്യങ്ങളുമായിട്ട് പിന്നെ ബൂസ്റ്റ് ആവുകയും ഈ രാജ്യങ്ങൾക്ക് തിരിച്ച് അമേരിക്കൻ മാർക്കറ്റിലോട്ടുള്ള ആക്സസ് വളരെ പ്രയാസകരമാവുകയും ചെയ്യും. അപ്പോൾ ട്രംപ് പറയുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് വളരെ ഗണ്യമായിട്ട് അമേരിക്കയ്ക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം അമേരിക്കയുടെ എക്സ്പോർട്ട് കൂടുകയും അമേരിക്കയിലേക്കുള്ള ഈ രാജ്യങ്ങളുടെ എക്സ്പോർട്ട് കുറയുകയും ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ റെസിപ്രോക്കൽ ടാരിഫ് റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യ ആയാലും വിയറ്റ്നാം ആയാലും പാകിസ്ഥാൻ ആയാലും ചൈന ആയാലും എല്ലാം തന്നെ വളരെയധികം ടാരിഫ് അമേരിക്കൻ സാധനങ്ങളുടെ മുകളിൽ പ്രോഡക്ട്സിൻ്റെ മുകളിൽ ചുമത്തുന്നുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങളുടെ ബിസിനസ്സുകാർക്ക് ഈ പറഞ്ഞ മാർക്കറ്റിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം ഈ ഹൈ ടാരിഫ് കൊണ്ടും അതുപോലെ തന്നെ വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള റെഗുലേഷൻസ് എല്ലാം ഉണ്ട്, ഒത്തിരി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നില്ല, സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനെല്ലാം ഇളവ് വരുത്തണം എന്നാണ് ട്രംപ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയുമായിട്ടുള്ള നെഗോസിയേഷൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ, കാരണം ഓൾറെഡി ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. കാരണം ട്രംപ് പറയുകയും ചെയ്തു മോഡി സ്മാർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്, മോഡിക്കറിയാം എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇന്ത്യ കൂടുതൽ ഇളവ് വരുത്തുമെന്നൊക്കെ തന്നെയാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അത് പുറമേ എങ്ങനെ പറയുന്നെങ്കിലും ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുന്നത് പ്രഷേഴ്സൊക്കെ ഇന്ത്യയുടെ മുകളിൽ ചെലുത്തി ഹാർഡ് ബാർഗെയിൻ നടത്തിയിട്ട് തന്നെ ആയിരിക്കും അവർ തീർച്ചയായിട്ടും ഇതിനകത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഗെയിൻസ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. 2024 US ട്രേഡ് ഡെഫിസിറ്റ് ഏകദേശം 1.2 ട്രില്യനായിട്ട് ഉയർന്നു, അതായത് 40% ഉയർന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം ഈ ഇന്റർനാഷണൽ ഇമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ഉണ്ട് അമേരിക്കയിൽ, അത് പ്രസിഡന്റ് അത് യൂസ് ചെയ്യാന്നല്ല ഏത് സമയത്തും. ഒരു നാഷണൽ എമർജൻസി, നമ്മുടെ രാജ്യത്തൊക്കെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ പ്രസിഡന്റിന് തോന്നുകയാണ് അവരുടെ രാജ്യം അമേരിക്ക ഒരു ക്രൈസിസിലാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് ഓർഡർ പുള്ളിക്ക് നടപ്പാക്കി ഈ പറഞ്ഞ നിയമം നടപ്പാക്കുന്ന ഇന്റർനാഷണൽ ഇമർജൻസി ഇന്റർനാഷണൽ ഇമർജൻസി ഒരു IEEP എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. അത് പ്രസിഡന്റിന് അത് ഇമ്പോസ് ചെയ്യാന്നാണ് രാജ്യത്ത്. ഇപ്പോൾ ഉദാഹരണം ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുക, നമ്മുടെ രാജ്യത്തൊക്കെ നമ്മൾ ഇമർജൻസി ഡിക്ലെയർ ചെയ്തില്ലേ നാഷണൽ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ അതുപോലൊരു ആക്റ്റാണ് അടുത്ത് ഇന്റർനാഷണൽ ഇമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്റ്റാണ്. അപ്പോൾ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആക്ടാണ്. 1977 അവർ പാസ്സാക്കിയതാണ്. അപ്പം അത് മെക്സിക്ക, കാനഡ, ചൈനയ്ക്കെതിരെ ഈ പറഞ്ഞ ആക്ട് അനുസരിച്ചാണ് അദ്ദേഹം എന്താണ് പറയുന്നത് ഫെൻറ്റാനിൽ എന്ന് പറയുന്ന വളരെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സിൻ്റെ ബേസിലാണല്ലോ ഈ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ടാരിഫ് ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇക്കണോമിക് സാങ്ഷൻസ് അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഇങ്ങനൊരു ആക്ട് അല്ലെങ്കിൽ ഈ ഒരു നിയമം ഉപയോഗിക്കാറുള്ളൂ. അപ്പം അമേരിക്കൻ പ്രസിഡന്റിന് ഈ നിയമം ഏത് രാജ്യത്തിനെതിരെയും അവർക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ട്രംപ് പറയുന്നത് ഇത്രയും ട്രേഡ് ഡെഫിസിറ്റ്, ഇപ്പോൾ $1.2 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശം കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക എല്ലാവരും വലിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക വലിപ്പിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും പറഞ്ഞത്. അമേരിക്കയെ കൊണ്ട് ജീവിക്കുന്നതാണ് നമ്മളല്ല, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയെ കൊണ്ട് ജീവിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത്രയും $1 ട്രില്യൺ ഡെഫിസിറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക സക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അമേരിക്ക ഊറ്റി കുടിക്കുകയാണ് നമ്മളെപ്പോലുള്ള എല്ലാ രാജ്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് അമേരിക്കയുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി, അതുപോലെ തന്നെ അവരുടെ മാനുഫാക്ചറിങ്, ഡിഫൻസ്, ഇൻഡസ്ട്രിയൽ ബേസ്, ഇതിനെല്ലാം വളരെ ദുർബലമാക്കുന്നു അല്ലെങ്കിൽ അതിനെ വീക്കൻ ചെയ്യുന്നതാണ് ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ വാദം. അത് ശരിയാണ് തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാം ഈ ഏത് രാജ്യത്തും ഇപ്പം നമ്മൾ ഇന്ത്യ ചൈന ട്രേഡിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോഴും ചൈനയിൽ നിന്നുള്ള വ്യാപകമായിട്ടുള്ള സാധനങ്ങളുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള വരവ്, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെ വീഡിയോ ചെയ്തതാണ്. അപ്പം അത് നമ്മളുടെ
ആഭ്യന്തര വ്യവസായത്തെ എല്ലാം അത് വളരെ ശക്തമായിട്ട് തകർക്കുന്ന ഒരു ഏർപ്പാടുകളാണ് ശരി. അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് അമേരിക്കയും ഫേസ് ചെയ്യുന്നൊരു ഭീഷണി അല്ലെങ്കിൽ ഒരു ത്രട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തു നിന്ന് മാത്രമല്ല എല്ലാ രാജ്യത്തു നിന്നും ഇപ്പം ചൈനയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയെ കൊണ്ടും വിയറ്റ്നാമിനെ കൊണ്ടും ഇപ്പം വിയറ്റ്നാമിനൊക്കെ നല്ല ട്രേഡ് സർപ്ലസ് ആണ് അമേരിക്കയുടെ വെറും ഇത്രയൊരു ചെറിയ രാജ്യമായിട്ട് തന്നെ. അപ്പോൾ എന്തുമാത്രം വിയറ്റ്നാം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമ്മളെക്കാളിലും നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്. പണ്ടേ അതൊരു പിന്നെ അനാലിസിസിൽ ആരോണ്ട് പറഞ്ഞത് ഇന്ത്യ ഈ ചൈനയെ കോമ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചൈനയോടൊപ്പം എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചൈനയെ ഓവർകം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വിയറ്റ്നാമിനെ ഒന്ന് മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു വാദഗതി ആരോ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ എന്നുള്ളത്. കാരണം ഇന്ത്യക്കാളിൽ അമേരിക്കയിലോട്ട് ഇത്രയും എക്സ്പോർട്ട് ഉണ്ടായിട്ടാണല്ലോ അവർക്ക് ഇത്രയും ട്രേഡ് സർപ്ലസ് ഉണ്ടാകുന്നത്. വിയറ്റ്നാമിന് ചെറിയൊരു രാജ്യമായിട്ട് വരും. ചെറിയ രാജ്യം എന്ന് നമ്മുടെ ഒരുപക്ഷെ കേരളത്തിൻ്റെ അത്രയും പോലും കാണുന്നതിന് സംശയമാണ്. അല്ലെ കേരളത്തിൻ്റെ അത്രയും തന്നെ നമ്മൾ എടുത്തോ. അത്രയുള്ള രാജ്യമാണ് നമ്മളെക്കാളും ഇത്രയും ആ, കൂടിയ ട്രേഡ് സർപ്ലസ് അമേരിക്കയിലുള്ളത്. എത്രയാണ് അവർക്കുള്ളത്? നൂറ്റി ആ, എന്താണത് വിയറ്റ്നാമിന് $123 ബില്യൺ ട്രേഡ് സർപ്ലസ് ആണ്. നമുക്ക് 46. എന്നുവെച്ചാൽ 46 6 12 4 4 8 9 പിന്നെ ഏതാണ്ട് 2 മടങ്ങിൽ കൂടുതലാണ് വിയറ്റ്നാമിൻ്റെ ട്രേഡ് സർപ്ലസ് അമേരിക്കയിലുള്ള ട്രേഡ് എന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയെക്കാൾ എത്ര മെച്ചപ്പെട്ട ഒരു പിന്നെ പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് വിയറ്റ്നാം. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് ആരാണ്ട് പറഞ്ഞത് ചൈനയെ മറികടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചൈനയായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിയറ്റ്നാമിനെ ആദ്യം മറികടക്കാൻ ശ്രമിക്കുക എന്ന് തമാശ രൂപേണെങ്കിലും അയാൾ പറഞ്ഞിട്ട് എനിക്ക് എവിടെയോ ഞാൻ വായിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ട്രംപ് ഈ പറഞ്ഞ കർശനമായിട്ടുള്ള നടപടി എല്ലാ രാജ്യങ്ങൾക്കെതിരെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഇനിയും വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ നയം കൗണ്ടർ മെഷേഴ്സ് നമ്മൾ നടത്തില്ലേ, ഇന്ത്യ ഇതിനെതിരെ ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും എടുക്കുന്നത്. ഇനി ഇന്ത്യ ഇത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തന്നെ സ്റ്റേറ്റസ് കോ തൽസ്ഥിതി തുടർന്നുകൊണ്ട് പോകുമോ, അതല്ല ഈ പറഞ്ഞ റെസിപ്രോക്കൽ ടാരിഫ് ട്രംപ് ഏർപ്പെടുത്തിയതിന് ഇളവ് കിട്ടാൻ വേണ്ടി ട്രംപിന്റെ അമേരിക്കയുടെയും സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങി വഴങ്ങി ഇന്ത്യ അമേരിക്കയ്ക്ക് ഒത്തിരി ഇളവുകൾ നൽകുമോ എന്നൊക്കെയുള്ള നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഇനിയും വരുന്ന ദിവസങ്ങളിൽ അവരുടെ പോളിസി അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പം അതുവരെ നമുക്ക് തൽക്കാലം ഇത്രയും മനസ്സിലായിക്കൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. ഏതായാലും ട്രംപ് നമുക്ക് പണി തരത്തിൽ നിന്നൊക്കെ, കാരണം ട്രംപ് നമ്മളുടെ ഏറ്റവും ഭയങ്കര വിശ്വസ്തനായിട്ടുള്ള ഏറ്റവും ഭയങ്കര സുഹൃത്തായിട്ടുള്ളൊരു പ്രസിഡന്റാണ്, ഇന്ത്യയോട് അങ്ങനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ കരുതിയിരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് ശക്തമായിട്ടുള്ള തിരിച്ചടിയും ഇത് മാത്രമല്ല, കാരണം വന്നന്ന് മുതൽ പുള്ളി നമുക്ക് പണി തരാൻ തുടങ്ങിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞ ടേമിനെ അപേക്ഷിച്ച് നല്ല ശക്തമായിട്ടുള്ള പണികൾ ഇന്ത്യക്കെതിരെ എല്ലാ രീതിയിലും തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപിന്റെ ഭരണകൂടമാണല്ലോ. അപ്പോൾ ഇതുകൂടെ ആയപ്പോഴത്തേക്ക് ഇല്ല കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇത് ഇന്ത്യ എങ്ങനെ മാനേജ് ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യ ഇതിനെ എങ്ങനെ പിന്നെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുവരെ നമുക്ക് തൽക്കാലം ഈ ടോപ്പിക്കോടെ നിർത്തി അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.